ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. സിബാസുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. പിന്നെ നെറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നു, കയറുന്നില്ല, സമയത്തിനൊന്നും കയറുന്നില്ല, വീഡിയോ ഒന്നും കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ലോങ് വീഡിയോസൊക്കെ നിർത്തിയത്. പിന്നെ കുറച്ച് നല്ല ഒരു സമാധാനമില്ല, ആകെ കടങ്ങളും ആകെ സങ്കടത്തിലായിരുന്നു. പൈസ കട്ടാൻ ബുദ്ധിമുട്ടായിട്ടൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടിപ്പോകുന്നുണ്ട്, ഓട്ടോ ഓടി തന്നെ കെട്ടിപ്പോകുന്നുണ്ട്. പക്ഷേ എന്താണ്, ഇപ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ കൊടുത്തു കേട്ടോ. ഓട്ടോ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഓട്ടോ വന്നിട്ട് ലീസിന് കൊടുത്തു. ഒരു ദിവസത്തിന് ഇത്ര പറഞ്ഞിട്ട് വാങ്ങിയിട്ട് മാസത്തേക്ക് ഇത്ര പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കിട്ടും നമുക്കപ്പോൾ. ആ ഓട്ടോനെ വെച്ചിട്ട് നമുക്കത് ആ ഓട്ടോ പൈസ കെട്ടി വിടാമല്ലോ, മാസത്തിന് ഡ്യൂ കെട്ടാനുള്ള എമൗണ്ട് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കണത് കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോ കൊടുത്തായി, ഇന്ന് തൊട്ടാണ് കൊടുത്തത് കേട്ടോ. കൊടുത്തത് 7-ാം തീയതി, ഇന്ന് തൊട്ടാണ് കൊടുത്തത്. അപ്പോൾ അതൊരു എമൗണ്ടായി നമുക്ക് കിട്ടും മാസത്തേക്ക്. പിന്നെ എൻ്റെ ഇക്ക വന്നിട്ട് വെളിയൂരിലൊരു പണിക്ക് പോവുകയാണ്, ഡ്രൈവർ പണിക്ക് തന്നെ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സമ്പാദിച്ച് കടനൊക്കെ കുറച്ച് കെട്ടണ വരെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. നാളെ പോകും, കൺഫേം ആക്കിയിട്ടുണ്ട്. എല്ലാം വിളിച്ച് സംസാരിച്ച് പണിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ കോയമ്പത്തൂരിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണം, മാസത്തേക്ക് ഇത്ര കെട്ടണം, ആഴ്ചയിൽ തന്നെ കെട്ടാനുണ്ട്, ലോണും കാര്യങ്ങളൊക്കെ കെട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ ഓട്ടോൻ്റെ ഇതുണ്ടാവും, അതൊക്കെ അതുകൊണ്ടാണ് ഓട്ടോ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. കൊടുക്കണ്ട വിചാരിച്ചാൽ പറ്റുന്നില്ല. നമ്മളത് കൊടുത്തു കഴിഞ്ഞു. ശരി, അവരെങ്കിലും ഓട്ടി സമ്പാദിക്കട്ടെ. നമുക്ക് ഈ ഓട്ടോ വരുമാനമൊക്കെ മതി. പക്ഷേ എന്താണ്, ഇപ്പോൾ ലോണ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓട്ടോ ഓടി സമ്പാദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു കേട്ടോ. പിന്നെതോ ഞങ്ങൾ വാഷിംഗ് മെഷീന് ക്ലീൻ ചെയ്യണത്, ആ പരിപാടികളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമുക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് നീക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ വാഷിംഗ് മെഷീനിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അങ്ങനെ വെള്ളം പോണത് ലീക്കേജാണ്. അപ്പോൾ അത് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ ക്ലീൻ ചെയ്ത് പറഞ്ഞിട്ട് ആ ഇതാണില്ലേ, അതൊക്കെ അഴിച്ച് ഇതാക്കിയിട്ട് ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതിന് 200-300 നമ്മൾ കൊടുക്കണ്ടേ. ഒരു അരമണിക്കൂർ പണിയേ ഉള്ളൂ കേട്ടോ. 1/2 മണിക്കൂറും കൂടി പണിയില്ല, 1/4 മണിക്കൂർ പണിയേ ഉള്ളൂ. അത്ര നമ്മളിതിനെ ക്ലീൻ ചെയ്യണം കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് തുണികൾ. അപ്പോൾ വീട്ടിലെല്ലാവരും ശ്രദ്ധിക്കുക. വാഷിംഗ് മെഷീൻ ഇങ്ങനെ വെള്ളം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, നോർമൽ വാഷിംഗ് മെഷീനാണെങ്കിൽ ശരി, നല്ല ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഒരേ ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും, അത് മെല്ലെ അഴിച്ചെടുക്കുക. ഉള്ളിലിങ്ങനെ ടപ്പ് പോലെ ഉണ്ടാവും. അത് അഴിച്ചെടുത്ത ശേഷം നമ്മൾ അതിനനുസരിച്ച് തന്നെ സ്ക്രൂസൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നോക്കി എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ തന്നെ വെള്ളം നിറയെ ഒഴിച്ച് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൈസ ഒരു 200-300 ലാഭിക്കാൻ പറ്റുമല്ലോ. ആളെ വിളിച്ച് ആൾ വരുമോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓസൊക്കെ വെളിയിലാക്കിയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെളിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ, വെള്ളം ലീക്കേജ് ഇല്ല, വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, വെള്ളം ലീക്കേജ് ഇല്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യണേ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ ഗൈസ്. കണ്ടില്ലേ, വെള്ളം ലീക്കേജ് ആയില്ല. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ.